الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا وقال نبينا وحبيبنا محمد صلى الله عليه وسلم أدبوا أولادكم على 3 خصال حبي نبيكم وحبي أهل بيته وقراءة القرآن وفي ضم كف الطفل عند ولادتي دليل على الحرص المركب في الحي وفي بسطها عند الممات إشارة ألا فانظروني قد خرجت بلا شيء صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم സമാധരണീയരായ വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരായ ഉസ്താദുമാരെ, നമ്മുടെ മദ്രസയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമുന്നതരായ മദ്രസ ഭാരവാഹികളെ, നേതാക്കളെ, സ്നേഹനിധികളായ എൻ്റെ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിന് നമ്മൾ നിർമ്മിച്ച വീടിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന പോലെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തണലിൽ നാളെ മഹ്ശറയുടെ ചൂടിൽ ഖുർആനിന്റെ ശഫാഅത്തിൽ ഒത്തിച്ചു ചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹീമീനായ അല്ലാഹ്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഓരോ ശ്രമങ്ങളും നീ വിജയിപ്പിക്കണേ റബ്ബേ.
അല്ലാഹുവേ ഞങ്ങളുടെ തലമുറകൾ പരിശുദ്ധമായ ഖുർആനുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന തലമുറകളാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട സമയമാണിത്. മദ്രസയുടെ പണി പൂർത്തിയായില്ലേ? ഏതാ മദ്രസ? ഈ കാണുന്നത് എത്ര കുട്ടികളാണ് പഠിക്കണേ? തുടങ്ങിയിട്ടുള്ളൂ 40 കുട്ടികൾ. എത്ര വീടാണ്? 100 വീടുണ്ടല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. എനിക്കറിയാൻ പറ്റിയത് ഒരാൾ 4 സെന്റ് സ്ഥലം കൊടുത്തു അല്ലേ? ബാക്കിയുള്ള 4 സെന്റ് വില കൊടുത്തു വാങ്ങി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ഖുർആനിന് വേണ്ടി ഒരു കെട്ടിടം പണിതിരിക്കുകയാണ്. മദ്രസ ഖുർആനിന്റെ വീട് എന്നാണ് ഇതിനർത്ഥം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു എന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇരുന്ന് ഓതാനും പഠിക്കാനും അലിഫ് മുതൽ ചൊല്ലിപ്പടിച്ച അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സ്ഫുടമായി ഓതിപ്പടിക്കാൻ നമ്മൾ നിർമ്മിച്ച വീടാണത്. റഹീമീനായ അല്ലാഹ്, ഈ നാട് ചെയ്ത സുഹൃതം നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ, അതിനു വേണ്ടി ആരെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ നീ ഖബൂലാക്കണേ റബ്ബേ. 4 സെന്റ് ഒരാൾ കൊടുത്തു, ബാക്കിയുള്ള 4 സെന്റും എല്ലാവരും കൂടി വാങ്ങി. അതേപോലെ നല്ല സുന്ദരമായ ഒരു ബിൽഡിങ്ങും മദ്രസക്ക് വേണ്ടി നിർമ്മിച്ചു. എന്തോ ചെറിയ കടം അതിനുണ്ടെന്ന് തോന്നുന്നു. ആ കടം വേഗം വീട്ടണം. എല്ലാവരും കൂടി ചേർന്നിട്ട് 50 ലക്ഷം ഉണ്ടാക്കി നിങ്ങൾക്ക് 4 ലക്ഷത്തിൻ്റെ കടം വീട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കടത്തോടുകൂടെ മദ്രസയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഒരു ബേജാറാണ്. എല്ലാവരും കൂടെ ചേർന്ന് 10,000 റുപ്യ വീതം എടുക്കുകയാണെങ്കിൽ 40 ആണ്. 5,000 റുപ്യ എടുക്കാൻ വീതം എടുക്കുകയാണെങ്കിൽ 80 ആണ്. 100 വീട് ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. 5,000 എന്ന് പറഞ്ഞാൽ ഈ മോഡി വന്നതിന് ശേഷം ചെയ്ത കുറേ ഗുണമുണ്ട്. പഴയ കാലത്ത് 5,000 കൊടുക്കണമെങ്കിൽ ഒരു 10 നോട്ടെങ്കിലും എണ്ണണം 500. ഇപ്പോൾ 4 നോട്ട് എണ്ണയാൽ മതി. 2,000 വീട്ടണം, കടം വീട്ടണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ വീട് കടത്തിലാന്ന് പറയരുത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ നമുക്ക് തന്ന റബ്ബിനൊരു 8 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് അതിൽ മദ്രസ ഉണ്ടായിട്ട് അത് കട ഞമ്മക്ക് കടന്ന് പറഞ്ഞാൽ വിഷമം ഉണ്ടാവും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുകളായാലും അതേപോലെ മദ്രസകളായാലും കടത്തിൽ നിന്നതിനെ ഒഴിവാക്കി കൊടുക്കണം. എന്തിനാ മദ്രസ ഉണ്ടാക്കി? എന്റെ പുസ്തകം ഇവിടെ വിഷയം പറഞ്ഞു. മാഹിരിസ് എന്താ പറഞ്ഞു? മദ്രസ എന്തിനാ ഉണ്ടാക്കണേ? എല്ലാരും ഉണ്ടാക്കണോണ്ട് നമ്മൾ ഉണ്ടാക്കിയ ദീൻ പഠിക്കാൻ. മദ്രസ എന്തിനാ? ദറസ എന്ന് പഠിച്ചു. മദ്രസ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം. എന്ത് പഠിക്കുക? ഫുട്ബോൾ. എന്ത് പഠിക്കുന്ന സ്ഥലം? ദീൻ പഠിക്കുക, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുക. ഖുർആൻ വിളിച്ച എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കാൻ, അയാൾക്ക് സ്വർഗത്തേക്കുള്ള വഴി കാണിക്കുന്നുണ്ട് ഖുർആൻ. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ നമുക്ക് വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കണം. ആദ്യം ഓതാൻ പഠിക്കണം. ചില മനുഷ്യന്മാരുണ്ട് ഇപ്പോൾ എങ്ങനെങ്കിലും മദ്രസേന്ന് പല രീതിയിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഇപ്പം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പുതിയ മാർഗം തന്നെ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഖുർആന്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുക. ഫാത്തിഹന്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ ചില ആൾക്കാർ പറയും ചെയ്യും, എത്താ പാടെ പോയിട്ട് ഒരു അൽഹംദുലിന്റെ അർത്ഥം പോലും പഠിച്ചിട്ടില്ല നമ്മളെ കുട്ടികളെന്ന് അവർ പറയും. ആദ്യം അർത്ഥമല്ല പഠിക്കേണ്ടത്. ആരാണ് പറഞ്ഞത്? ആദ്യം ഓതാനാണ് പഠിക്കേണ്ടത്. ആദ്യം പരിശുദ്ധമായ ഖുർആൻ ഓതാനാണ് പഠിക്കേണ്ടത്. ആ ഓതാൻ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക. പിന്നെ ഈ
ഖുർആനിലുള്ള വിജ്ഞാനങ്ങൾ എന്താണോ അത് പഠിപ്പിക്കുക. അത് 2ാം ക്ലാസ് മുതൽ തുടങ്ങും പഠിപ്പിക്കാൻ അല്ലേ. ഞാൻ എൻ്റെ മോന് മദ്രസ പഠിക്കണമെന്ന് ഞാൻ അവൻ്റെ 2ാം ക്ലാസ്സിലെ പുസ്തകം മറിച്ച് നോക്കുമ്പോൾ കയ്യിലുണ്ട്. 2ലോ 3ലോ അൽ ഉമ്മു അല്ലേ, 2ലല്ലേ, അൽ ഉമ്മു, ഉമ്മ എന്ന വിഷയം. ഉമ്മ എന്ന വിഷയം ഖുർആൻ പറഞ്ഞ വിഷയമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു 4-5 വചനങ്ങളെ പഠിപ്പിക്കുക. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണ്ടേ, എല്ലാം കൂടി ആദ്യം പഠിപ്പിക്കല്ലേ ചെയ്യും. അപ്പൊ അഖ്ലാഖായാലും ഫിഖ്ഹായാലും ഒക്കെ പരിശുദ്ധമായ ഖുർആൻ നൽകിയ വിജ്ഞാനങ്ങളാണ് കുഞ്ഞുമക്കളിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മദ്രസ. എന്തിനാ അങ്ങനെ പകർന്നു കൊടുക്കണേ? നിങ്ങളൊന്നും മിണ്ടാത്തെന്താ? അപ്പോൾ ഉറപ്പാണ് നിങ്ങൾ ഇടങ്ങാറായിട്ടായിരിക്കണേ. ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ പറയില്ലേ. ഓ മക്കൾ നന്നാവാൻ എന്നാ പറയുന്നത്. മക്കൾ നന്നാവാനാണ് മദ്രസ. ഞാൻ ചോദിക്കട്ടെ, മദ്രസകൾ ധാരാളം ഉണ്ടായതിനു ശേഷം ഈ ഉമ്മത്ത് നന്നായതാണോ വടക്കായതാണോ? ഒരു മറുപടിയില്ല. അപ്പോൾ നന്നായത് പഴയ കാലത്ത് ഒളിച്ചോടുക എന്നുള്ളത് കേട്ടി. നമ്മൾ ഏറ്റവും പ്രായമുള്ള ആളായി കൂട്ടത്തിൽ. നിങ്ങൾ ചെറുപ്പത്തിൽ ഒളിച്ചോടലില്ല? ഇല്ല. +2 പഠിച്ച കുട്ടിയാണ് അന്യന്റെ കൂടെ ഒളിച്ചോടി എന്ന് കേൾക്കുന്നത്. അത് ഈ 1/2 കിലോമീറ്ററിലും 1/4 കിലോമീറ്ററിലൊക്കെ മദ്രസ ഉണ്ടാകാൻ തുടങ്ങുന്ന കാലത്ത് നമ്മൾ കേൾക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ കേൾക്കാറില്ല. എന്താ കാരണം? പഠിക്കേണ്ടിയില്ല. എന്താണ് ഇതിന്റെ കാരണം? +2 പഠിക്കുന്ന കുട്ടിയാണ്, താഴെ നോക്കിയല്ലാതെ നടക്കാറില്ല. ആ കുട്ടി ഒളിച്ചോടുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ നന്നാവാൻ നല്ല സുന്ദരമായ ബിൽഡിങ്ങുകൾ കെട്ടിയാൽ മതിയോ? പോരാ. നാളെ ഒരു പരിപാടിയുണ്ട്. നാളത്തെ പരിപാടി ഒരു പ്രദേശത്ത് ഒരു റേഞ്ചിലുള്ള എല്ലാ മദ്രസ കെട്ടിടങ്ങളും ആധുനികവൽക്കരിക്കാനുള്ള പരിപാടിയാണ്. ആധുനികവൽക്കരിക്കാൻ മദ്രസന്റെ ബിൽഡിംഗ് ഒക്കെ കെട്ടിലും മട്ടിലും വെക്കുക. എല്ലാ ക്ലാസ് റൂമും ഡിജിറ്റൽ ക്ലാസ് റൂം ആക്കാന്നാണ്. ഉസ്താദ്മാർക്ക് എന്നത് ഉപയോഗിക്കാൻ അറിയില്ല. ഡിജിറ്റൽ പേരുകൊണ്ടൊക്കെ അങ്ങനെ ഉഷാറാക്കുക. എപ്പോഴാണ് സമൂഹം നന്നാകുന്നത്? 2-3 വാക്ക് വേഗം നിർത്തും ഞാൻ. ഒരു തലമുറ നന്നാവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്താണ് വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നകിദാ. വൽബലദു ത്വയ്യിബ്, നല്ല നാട്ടിലെ നല്ല മണ്ണിലെ നല്ല വിളവുണ്ടാകൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ. വൽബലദു ത്വയ്യിബ്, നല്ല നാട് അല്ലെങ്കിൽ നല്ല മണ്ണ്, നല്ല ഭൂമി. യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല മണ്ണിൽ കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാകും. വല്ലദീ ഖബത ലാ യഖ്റുജു ഇല്ലാ നകിദാ, മോശപ്പെട്ട മണ്ണിലാണോ കൃഷി ഇറക്കിയത്, ആ കൃഷി നല്ല വിളവ് നൽകില്ല എന്നും പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഭൂമി നന്നാവണം. കൃഷിയെ കുറിച്ചല്ല ഖുർആനാ പറഞ്ഞത്. ഭൂമി നന്നാകണം എന്ന് പറഞ്ഞാൽ ഈ മക്കളുണ്ടാകുന്ന സ്ഥലം നന്നാകണം എന്ന്. മക്കളുണ്ടാകുന്ന സ്ഥലം നന്നാവണം. എനിക്കറിയാം സ്കൂളിൽ SLC കഴിഞ്ഞ് +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒളിച്ചോടി. ആ ഒളിച്ചോടിന് ഞാനൊരു വയല് കഴിഞ്ഞ് പോകുമ്പോൾ സാക്ഷിയാണ്. രാമനാട്ടിൽ നിന്നാണ്, രാമനാട്ടുകരയിൽ നിന്ന് ഒരു ലോറിക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഓടിപ്പോണ ഏതോ ലോറിക്ക് കൈ കാണിച്ച് ഈ കുട്ടിയിൽ കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴാണൊരു വയലു കഴിഞ്ഞ് ഞാൻ രാത്രി എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ രംഗം ഞാൻ കാണുന്നത്. ഞാനവിടെ വണ്ടി നിർത്തി. എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. കാണുന്ന വണ്ടിക്കൊക്കെ കൈ കാണിച്ച് കുട്ടി കയറാൻ. അപ്പൊ വാപ്പ വന്നിട്ടുണ്ട് പിന്നാലെ പിടിച്ചുകൊണ്ടുപോകാൻ. വാപ്പയുടെ കൂടെ ഈ വാപ്പയുടെ ഭാര്യയുണ്ട്. അത് ഈ കുട്ടിയുടെ ഉമ്മയല്ല, കുട്ടിയുടെ ഉമ്മ ഒളിച്ചോടിപ്പോയതാണ്. ഈ
പെണ്ണിന്റെ ഉമ്മ ഒളിച്ചോടിപ്പോയതാണ്. ഒളിച്ചോടിപ്പോയതിന് ശേഷം വാപ്പ കെട്ടിയ രണ്ടാമത്തെ ഭാര്യയാണ് കൂടെയുള്ളത്. ഞാൻ ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവൾ ഭർത്താവുള്ളൊരു പെണ്ണാണ്, മറ്റൊരു അമുസ്ലിമുമായി ഇവൾ പ്രേമത്തിലാണ്. അങ്ങനെ അവന്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടിയതാണ്. പാവം ഒരു പിഞ്ചു പൈതൽ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്നുണ്ട്. പിഞ്ചു പൈതലിനെ ആ പെണ്ണ് പരിഗണിക്കുന്നേയില്ല. അപ്പൊ എന്നോട് ഈ കാര്യങ്ങളൊക്കെ, ഈ പെണ്ണിനെ അവർ വണ്ടിയിൽ പിടിച്ചുകൊണ്ടുപോയതിന് ശേഷം ആ നാട്ടിലുള്ള ഒരാൾ, അയാളുമായി ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എങ്ങനെ ഒളിച്ചോടാതിരിക്കാനാണ്? ഈ പെണ്ണിന്റെ ഉമ്മ ഒളിച്ചോടിയതാണ്. ഉമ്മ ചെയ്യുന്നതല്ലേ മക്കൾ ചെയ്യുന്നത് എന്ന് ആ സഹോദരൻ പറഞ്ഞതും ഞാൻ ഓർക്കുകയാണ്. രാത്രി 12 മണിക്ക് രാമനാട്ടുകരയിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട, ഞാൻ തന്നെ സാക്ഷിയായ ഒരു സംഭവം ഞാൻ എന്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്. والبلد الطيب يخرج نباته بإذن ربي والذي خبث لا يخرج إلا نكدا. മക്കൾ നന്നാവണോ? നല്ല സുന്ദരമായ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചതുകൊണ്ട് മക്കൾ നന്നാവുകയില്ല. വാപ്പ നന്നാകണേ, ഉമ്മ നന്നാവണേ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരാൾ വിവാഹം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അയാളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത് ഏത് ഭാര്യയാണ്, അയാളുടെ പെണ്ണെങ്ങനെയാകണമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, സമാധാനമുള്ള കുടുംബമാകണോ നിങ്ങളുടെ കുടുംബം, നല്ല മക്കളാകണോ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹധർമ്മിണിമാർ നന്നാവണം, കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യയും ഭർത്താവും നന്നാവണം. അതുകൊണ്ട് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഭാര്യ ഏത് രീതിയിലുള്ള ഭാര്യയാകണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. ഒരു സ്ത്രീ സാധാരണ രീതിയിൽ 4 കാര്യങ്ങളാണ് സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ ആളുകൾ പരിഗണിക്കാറുള്ളത്. ഒരു പെണ്ണിനെ ഒരാൾ ഒരു വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ സാധാരണ രീതിയിൽ 4 കാര്യങ്ങളാണ് ആളുകൾ പരിഗണിക്കാറുള്ളത്. ഒന്ന് ലിമാലിഹ, പെണ്ണ് സമ്പത്തുള്ളവളാണോ എന്ന് ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണൂർക്കാരൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട്, പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ വീടിൻ്റെ മുമ്പൊക്കെ നോക്കുക, വലിയ വൈക്കോലുണ്ടെങ്കിൽ അതാ ആചാരിച്ചിരിക്കണം. ആചാര്യ ചിലപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചതാണോ, അവരുടെ ഭാര്യ ഈടെ മരിച്ചുപോയി, അല്ലാഹു അവരുടെ ഖബറിടം വിളിച്ചാക്കി കൊടുക്കട്ടെ. അല്ലാഹുവേ നീ സന്തോഷമാക്കി കൊടുക്കണേ അല്ലാ. വീടിന്റെ മുമ്പിൽ വലിയ വൈക്കോലിന്റെ കൂന കണ്ടാൽ അവർ വിവാഹം ഉറപ്പിക്കാറുണ്ട്. വൈക്കോൽ ധാരാളം കാണുന്നത് അവർക്ക് ധാരാളം പാടശേഖരങ്ങളുണ്ട് എന്നതിന്റെ സൂചനയാണ്. പിന്നെ ഒരു കാലമുണ്ടായിരുന്നു വീട് നന്നാവണം, അതുകൊണ്ട് വീടെങ്ങനെ എന്ന് നോക്കുന്ന കാലമുണ്ടായിരുന്നല്ലോ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. ലിമാലിഹ, പണ്ടോ അങ്ങനെ പണ്ടോ പണ്ടോ ഉണ്ട് ഇല്ല, അങ്ങനെ ഉണ്ട് ഇല്ല, ഉണ്ട് ഇല്ല. ചില ആളുകളൊക്കെ എന്നോട് ചില സ്ഥലത്തൊക്കെ ഈ വിവാഹത്തോടനുബന്ധിച്ച് പ്രസംഗിക്കാൻ പറയുമ്പോൾ ചില വലിയ മലയാളിമാർ പ്രസാദേ അടിച്ചു പൊളിച്ച് പ്രസംഗിക്കണം, നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും വാങ്ങണില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, അതിനും പറയണ്ട. പറഞ്ഞാൽ 100 പറഞ്ഞാൽ 200 ചിലപ്പോൾ അയാൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, മനസ്സിലായില്ല. വലിയ മലയാളിമാർ രണ്ടാളും എന്താ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ 100 നമുക്ക് 100 പവങ്ങൾ കൊടുക്കണം എന്നിട്ട് പറഞ്ഞാൽ അതിൽ 200 കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിലോ കുറഞ്ഞുകൊണ്ടാന്ന് കരുതിയിട്ട്. ലിമാലിഹ,
സമ്പത്ത് നോക്കി വിവാഹം ചെയ്യുന്ന ആളുകളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കേൾക്കണേ, മൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ, ഒരാൾ ഒരു സ്ത്രീയെ സമ്പത്ത് നോക്കി വിവാഹം ചെയ്താൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ, അയാളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം നേരിടേണ്ടി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞ ലാ ശക്ക ഫീഹി, സംശയിക്കുകയേ ചെയ്യാം. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി പറഞ്ഞു, വേറെ ചില ആളുകളുണ്ട് ലിജമാലിഹാ, അവർ സ്ത്രീയുടെ സൗന്ദര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ കാലം ആ കാലം അധിക വിവാഹവും ചുരുക്കൂട്ടിയിട്ട്. എൻ്റെ അടുത്തൊരു ചങ്ങായി വന്നിരുന്നു. ഓൻ കല്യാണം കഴിച്ച് 2-3 കൊല്ലം മുമ്പാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം തലാഖല്ലാണ് എനിക്ക്. എന്താ പ്രശ്നം? അപ്പം ഞാൻ ചോദിച്ചു, നീ ഭാര്യനെ കല്യാണം കഴിച്ചങ്ങനെ? അപ്പം എന്നോട് വേറെ ആൾ പറഞ്ഞു, സാറേ ഓല് രണ്ടാളും ഡോക്ടർമാരുടെ അടുത്ത് ഇങ്ങനെ ലൈനിക്കണ സമയത്ത് ചിരിച്ച് ലവ് ആയതാണ്. ഡോക്ടർമാരുടെ അടുത്ത് ലൈന് എന്നതാണ് എന്നോട് അയാൾ പറഞ്ഞ എൻ്റെ പള്ളീൻ്റെ റൂമെന്ന്. ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന് ചിരിച്ചു. ആ ചിരി പിന്നെ നമ്പർ കൈമാറി. പിന്നെ സ്നേഹം. അങ്ങനെ കല്യാണം കഴിച്ചതാ. എവിടെയാ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് ശ്രദ്ധിക്കണേ. ഒരാൾ ഒരു പെണ്ണിനെ ആ പെണ്ണിന്റെ സൗന്ദര്യത്തിന് വേണ്ടി വിവാഹം ചെയ്താൽ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഅസാ ഹസ്നുഹുന്ന യുർദിയഹുന്ന, ആ സ്ത്രീയുടെ സൗന്ദര്യം ആ സ്ത്രീയെ നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദീനില്ലാത്ത പെണ്ണിന്റെ സൗന്ദര്യം ആ പെണ്ണിനെ നശിപ്പിക്കും. ലാ ശക്ക ഫീ, സംശയിക്കുന്നില്ല. അതല്ല, എന്നോടൊരിക്കൽ മസ്കത്തുനിന്ന് പിന്നെ ഒരു ആള് പറഞ്ഞു, ഞാൻ അവളെ കെട്ടാൻ തന്നെ തീരുമാനിച്ചു സാറേ, ഭയങ്കര ദീനിയാണ്. എന്താ? രാത്രി തഹജ്ജുദൊക്കെ നിസ്കരിക്കും. എല്ലാ ദിവസവും ഞാനായിട്ട് ചാറ്റ് ചെയ്യാത്ത ദിവസമേ ഇല്ല. ഞാൻ ചോദിച്ചു, നിക്കാഹ് കഴിഞ്ഞില്ല? അപ്പൊ നിക്കാഹ് ചെയ്യാത്ത പെണ്ണ് ചാറ്റ് ചെയ്ത ആ പെണ്ണ് സ്വാലിഹത്താണ് എങ്ങനെ പറയാം? ആ പെണ്ണ് മഹാ തമ്മാടിനിയാണല്ലേ? അപ്പോൾ ഓൻ പറയാണ്, ഓൾ എന്നോടും കൂടി പറയും, നിങ്ങൾ തഹജ്ജുദ് നീച്ച് നിസ്കരിച്ച് നല്ലോണം ദ്വാരക്കണം. എന്തിന്? വാപ്പ നിക്കാഹിന് സമ്മതിക്കാൻ, നമ്മുടെ 2 കുടുംബവും നിക്കാഹിന് സമ്മതിക്കാൻ. നിക്കാഹിന് സമ്മതിച്ചില്ലെങ്കിലോ പിന്നെ രജിസ്റ്റർ വിവാഹമല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന്. അതുകൊണ്ട് നല്ല പോലെ ദുആ ചെയ്യണേ. ഓൾ എന്നും വിളിച്ചിട്ട് പറയും, നീ എങ്ങനെ ഈ അന്യപുരുഷനെ വിളിക്കല്? അപ്പൊ തന്നെ നീ മോശല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ഒരു പെണ്ണിനെ സൗന്ദര്യത്തിന് വേണ്ടിയാണ് വിവാഹം ചെയ്തത് എങ്കിൽ ഫഅസാ ഹസ്നുഹുന്ന യുർദിയഹുന്ന, ആ പെണ്ണിന്റെ സൗന്ദര്യം ആ പെണ്ണിനെ നശിപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരു സ്വഹാബി വന്നു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മാനസികമായി വല്ലാത്ത വിഷമത്തിലാ നബിയേ, എന്റെ വിഷയമൊന്ന് പരിഹരിച്ചു തരണം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അയാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലിംറഅ, എനിക്കൊരു ഭാര്യയുണ്ട് നബിയേ, അവൾക്ക് വല്ലാത്ത സൗന്ദര്യമായ റസൂലല്ലാഹ്, ഉഹിബ്ബുഹാ, എന്റെ ഭാര്യയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവൾക്കൊരു തകരാറുണ്ട് നബിയേ, ലാ തറുദ്ദു യദമൻ മസ്സഹാ, ഏത് പുരുഷൻ അവളുടെ തൊട്ടാലും തൊട്ടവന്റെ കൈയൊന്നും അവൾ തട്ടില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ വല്ലാതെ വിഷമത്തിലാ നബിയേ, അവളിൽ അങ്ങനെ ഒരു ദുസ്വഭാവമുണ്ട് യാ റസൂലല്ലാഹ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞ പാടെ ആ സ്വഹാബി റസൂലുള്ളാഹിനോട് ഇത് പറഞ്ഞ പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു, ത്വല്ലഖഹാ, ആ പെണ്ണിനെ നീ ത്വലാഖ് ചൊല്ലിയേ. ത്വലാഖ് ചൊല്ലുന്നത് അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്,
ഹലാലിൽ അല്ലാഹുവിന് ഏറ്റവും കോപമുള്ളതാണ് ത്വലാഖ് എന്ന് പറഞ്ഞ് പുണ്യനബിയായ ഈ സ്വഹാബിയോട് പറയുന്നത്, അങ്ങനെയുള്ള ഭാര്യയെ നീ ഭാര്യയായി വെക്കണ്ട, ത്വല്ലിഖഹാ, ത്വലാഖ് ചൊല്ലിയേക്കെന്ന്. അപ്പോൾ ഇയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഇന്നി ഉഹിബ്ബുഹാ, എനിക്കവളോട് വല്ലാത്ത ഇഷ്ടമായ റസൂലല്ലാഹ്, അവരുടെ സൗന്ദര്യം വല്ലാതെ എന്നെ ആകർഷിച്ചു കളഞ്ഞു നബിയേ, എനിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടമായ റസൂലല്ലാഹ്, അതുകൊണ്ട് ത്വലാഖ് ചൊല്ലാനും എനിക്ക് തോന്നുന്നില്ല നബിയേ എന്ന് റസൂലുള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട് അയാളോട്. എന്നാൽ പിന്നെ ഈ ടെൻഷൻ പേറി നീ ജീവിച്ചോ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരു വിഭാഗം ആളുകളുണ്ട്, വലി ഹസബിഹാ, അവൾ തറവാടിന് പ്രാധാന്യം കൊടുക്കുന്നവരാണവർ. സാമ്പത്തികം കുറച്ച് മോശമായാലും കയറി ചെല്ലാൻ പറ്റുന്ന തറവാടാണ്. കയറി ചെല്ലാൻ പറ്റാവുന്ന ഒരു വീടാകണം, തറവാടുള്ള ആളുകളാകണം എന്ന് നമ്മളെ നാട്ടുകാരനായ ഉമറക്കാതല്ലേ പാടി തന്ന് അല്ലേ? അയ്യാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബലു തീയ വനായരു വആശാരി മൂശാരി. മണ്ണാനും പറയരുത്. നമ്മൾ കൂർക്കാമ്പറമ്പത്തെ തറവാട്ടുകാരാണ്. എന്റെ മനുഷ്യ, ഈ പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? കൂർക്കാമ്പറമ്പത്തെ തറവാട് വരില്ലല്ലോ ചോനെ, അല്ലാ ഇല്ലാത്തൊരു തറവാടാകും എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ടാക്കി പറഞ്ഞുവിട്ടാ ഞാൻ പേര്. ഞാൻ വിചാരിതമായി പറഞ്ഞതിട്ട് പെട്ടുപോയെങ്കിലോ ആ മുസ്ലിം പിന്നെ നാട്ടിൽ കയറൂല. മുസ്ലിം തറവാടിന്റെ മഹിമ പറയുന്ന മനുഷ്യ, നീ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നിന്റെ വാപ്പാന്റെ 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 15ാമത്തെ തലമുറ ഏതെങ്കിലും കണ്ണനാവും, ഏതെങ്കിലും കൃഷ്ണനാകും, ഏതെങ്കിലും രാമകൃഷ്ണനാവും, തങ്കമണിയാവും. നിന്റെ അമ്മയുടെ 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 അമ്മ തീയനായരു വാശാരി മൂശാരി വമണ്ണേനു പറയരു. പിന്നെ ഈ തറവാടിന്റെ മഹിമ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തറവാടിന്റെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ തസവ്വജ ഇംറഅതൻ ലിഹസബിഹാ, ഒരാൾ ഒരു പെണ്ണിനെ തറവാട് നോക്കിയാണ് വിവാഹം ചെയ്തത് എങ്കിൽ ഫഅസാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലം യജിദുഹുല്ലാഹു ഇല്ലാ ദുല്ലാ, അയാൾ ജീവിതത്തിൽ പല തവണയും ഇൻസൾട്ട് ചെയ്യപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതൊരു സ്ഥലത്ത് വയത് പറഞ്ഞപ്പോൾ ഒരാളൊന്ന് പറഞ്ഞു, ഉസ്താദേ ശരിയാണ്. ഞാൻ പറഞ്ഞല്ല, റസൂൽ പറഞ്ഞു. ഞാൻ ചെന്താ എന്നോട് പറഞ്ഞു, ഞാൻ അത്യാവശ്യം നല്ലൊരു തറവാട്ടിന്ന് കല്യാണം കഴിച്ച ആളാ, അവരുടെ അത്ര സാമ്പത്തികമൊന്നും എനിക്കില്ല, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു, എങ്ങനെയൊക്കെ നടന്നു, പക്ഷേ വേണ്ടിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? എന്നോട്, ഞാൻ പുതിയാപ്പിളാരെ കൂട്ടത്തിൽ ഏറ്റവും സാമ്പത്തികം കുറഞ്ഞ ആൾ ഞാനാണ്. ആ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി കല്യാണമൊക്കെ ഉണ്ടായാൽ ഇവിടെ ജ്യേഷ്ഠത്തിമാരും അഞ്ചത്തിമാരൊക്കെ 4, 5, 10 പവനൊക്കെ കൊടുക്കും. ഞാൻ 1 പവൻ തന്നെ കൊടുക്കാൻ ഇടങ്ങാറാവും. അപ്പോൾ വീട്ടിൽ വന്നാൽ പറയും, നിങ്ങൾ എന്നെ ആ കുടുംബത്തിൽ ഇൻസൾട്ടാക്കിയില്ലേ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ലം യജ്ദുഹുല്ലാഹു ഇല്ലാ ദുല്ലാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല സ്വലാത്ത് നിങ്ങൾ ചൊല്ലി, നിങ്ങൾ സ്വലാത്തിലുള്ള ഉഷാറ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും അഖൽ മന്ദറ ഇഷാറ ബസസ് ഒക്കെ പോയി ഉറങ്ങാൻ പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4ാമത് വിഭാഗം ആളുകളുണ്ട്, അവർ പെണ്ണിനെ വിവാഹം ചെയ്യുന്ന സമയത്ത് നോക്കുന്നത് പെണ്ണിന്റെ ദീനാൻ. വലിദീനിഹാ, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണാണോ എന്ന്.
സ്കാൻ ചെയ്യുക. എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? എങ്ങനെ മനസ്സിലാവും? മുഖം മൂടിയിട്ട് നടക്കണോ നോക്കല. മുഖം മൂടി ആളെ തിരിയാതെക്കാണ് അന്ന് ഉപയോഗിക്കണത്. എല്ലാവരും അല്ല കേട്ടോ, മനസ്സിലായില്ലേ? ഒളിച്ചു ഓടിപ്പോവൊക്കെയാണ്, മുഖം മൂടിയിട്ട് തിരിയണല്ലേ. ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞാൽ എന്താ അറിയോ? മുഖം മൂടിയിട്ട പെണ്ണാണെങ്കിൽ ആ പെണ്ണ് ഇത്തരം വിഷയത്തോടൊന്നും താല്പര്യമുള്ള പെണ്ണല്ല എന്ന് ആളുകൾക്ക് തോന്നുന്നതുകൊണ്ട് അവർ ഉപദ്രവിക്കപ്പെടില്ല. എന്നാൽ പല തിന്മകൾക്കും അത് മറയാക്കുന്ന ആളുകളുണ്ട്. അത് അല്ലാഹു പറഞ്ഞ ദീനിന്റെ കുഴപ്പമല്ല, അത് മറയാക്കുന്നവരുടെ ഹൃദയത്തിന്റെ തകരാറാണ് എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മുഖം മൂടി വേണ്ട എന്നൊക്കെ വാദിക്കുന്ന ആളുകളിലൊന്നും ശരിയല്ല. ഖുർആൻ ആകെ മറക്കാനാ പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു പെണ്ണിന്റെ മതബോധം മനസ്സിലാവുക. ആ പെണ്ണിന്റെ വാപ്പയും ഉമ്മയും എങ്ങനെയെന്ന് പഠിച്ചാൽ മതി. ആ പെണ്ണിന്റെ വാപ്പയും ഉമ്മയും എങ്ങനെയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൻ തസവ്വജ ഇംറഅതൻ ലിദീനിഹാ, നല്ല മതബോധമുള്ള അല്ലാഹുവിനെ പേടിച്ചു കഴിയുന്ന ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ, അല്ലാഹു അവൾക്ക് അയാളിലും അയാൾക്ക് അവളിലും ബർക്കത്ത് ചെയ്യും എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റുകളാണെന്ന് റസൂലുള്ളാഹി. ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റാണ്. ആണോ? 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 അമ്മോഷൻ മരിച്ചപ്പോൾ 50 സെന്റ് സ്ഥലം ഭാര്യക്ക് കിട്ടി. പിന്നെ ഭാര്യയും മരിച്ചുപോയി. ഭാര്യ മരിച്ചപ്പോൾ എൻ്റെ പൗതിയും കിട്ടി. അപ്പൊ 25 സെന്റ് സ്ഥലം ഇയാൾക്ക് കിട്ടിയത് ഭാര്യ വഴിക്കാണ്. ഗിഫ്റ്റാണ്, ഗിഫ്റ്റാണ്, സമ്മാനങ്ങളാണ്. ദുനിയാവിൽ ഈ കാണുന്നത് മുഴുവൻ ഗിഫ്റ്റുകളാണ്. എന്നാൽ വഖൈറു മതാഇദ് ദുനിയ, ഒരാൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? പെണ്ണ് നന്നായാലേ അതിൽ നിന്നാണ് മക്കള് നന്നാവുള്ളൂ. പെണ്ണ് മാത്രം നന്നായ പോലെ. ആണാണോ ഈ നാട്ടിൽ ഗർഭം ധരിക്കല്? പെണ്ണാണോ? ഈ നാട്ടിലാണോ പെണ്ണോ ഗർഭം ധരിക്കല്? പെണ്ണല്ലേ. ഇന്ന് വരെ അങ്ങനെ. നാളത്തെ കാര്യം ഞാൻ എന്താന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ചോദിച്ചു. ഇന്ന് വരെ എങ്ങനെയാ ഗർഭം ധരിക്കുന്ന കാലാവധി എത്ര? എത്ര ഗർഭകാലഘട്ടം? 2 വർഷം. നിങ്ങൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, സംശയമല്ലെങ്കിൽ. എത്ര ഗർഭകാലഘട്ടം? 10 മാസമല്ലേ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും. അങ്ങനെ കണക്ക്. ചിലരൊക്കെ ഈ ഡോക്ടർമാർ പറയുമ്പോൾ കണക്ക് തെറ്റി പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഡേറ്റ് മാറുന്നത്. പൂർണ്ണമായും തികഞ്ഞുള്ള പ്രസവം അങ്ങനെയാണ്. അപ്പൊ ഈ 9 മാസവും ഈ കുട്ടി കിടക്കുന്നത് എവിടെ? ഉമ്മാന്റെ ഗർഭപാത്രത്തിലാണ്. അപ്പൊ ഈ കുട്ടി കിടക്കുന്ന സ്ഥലം ഈ കുട്ടിയെ സ്വാധീനിക്കുന്ന 10 മാസം. അങ്ങനെ നമ്മളൊരു 10 മാസം മലയാളേ സംസാരിക്കാത്തൊരു നാട്ടിൽ പോയി ഇന്ന് പിന്നെ നമ്മൾ നാട്ടിൽ വന്നാൽ പല വാക്കും നമുക്ക് കിട്ടൂല. 10 മാസം ഈ കുട്ടി കിടക്കുന്ന ഗർഭപാത്രത്തിന്റെ ഉടമയുടെ സ്വഭാവം എന്താണോ ആ സ്വഭാവം ഈ കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. എന്റെ സഹോദരങ്ങളെ, അതല്ലേ ആധുനിക ശാസ്ത്രം പറഞ്ഞത്. ഉമ്മ ഷുഗർ ഉള്ളവളാണോ, ഉമ്മ ഷുഗർ രോഗിയാണോ, മക്കൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത 60% എന്ന്. ഉമ്മ ഷുഗർ രോഗിയാണ്. അപ്പൊ ഉമ്മന്റെ ശരീരത്തിന്റെ സ്വഭാവം ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്.
അതേപോലെ വാപ്പ ഒരു പെണ്ണ് ഏത് പുരുഷനെയാണ് വിവാഹം കഴിക്കേണ്ടത്, ഒരു പെണ്ണ് ഏത് പുരുഷനെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സമയം വൈകിയോ നിങ്ങൾ വെറുതെ പറയരുതേ, എന്നോടുള്ള മാതിരി പറയണേ. ഇനിയിപ്പോൾ അയാൾ നമ്മൾ വൈകിയെന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കും? ഒന്നും വിചാരിക്കൂല. എവിടെയാണോ ഉള്ളത് അവിടെ സ്റ്റോ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ ജാഅകും ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വ ഖുലുഖാ, നല്ല മതബോധമുള്ള സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകൾക്ക് അന്വേഷണവുമായി വന്നാൽ ഫസവ്വിജൂ, അവനാണ് നിങ്ങളുടെ മകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്. റസൂൽ അങ്ങനെ പറയാൻ കാരണം എന്താ? അതേ പണ്ട് കാലത്തേ ഉള്ള സിസ്റ്ററാണ്. പെണ്ണിന് ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നത് ആരായിരിക്കും? ആരാണ്? വാപ്പേ. എന്നാ പല പെണ്ണുങ്ങളൊന്ന് അവനവന് ഓളന്നെ തെരഞ്ഞു കണ്ടെത്തുക. വാപ്പ തെരയുമ്പോഴേക്ക് അവൾ പറയുന്നത്, വാപ്പാ അവള് തരണ്ട, നേരെ നേരെ വാപ്പ അവള് തരണ്ട, 4 കൊല്ലമായി ഞാൻ ഒരാളെ പ്രേമിക്കുന്നുണ്ട് എന്ന് സ്വന്തം വാപ്പയുടെ മുഖത്ത് നോക്കി മടിയില്ലാതെ പറയുന്ന പെണ്ണിന്റെ കാലമാണിത്. പിന്നെ എങ്ങനെ നിപ്പ വരാതിരിക്കും? എങ്ങനെ ഈ വൈറസുകൾ വരാതിരിക്കും? എങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കാതിരിക്കും? വ്യഭിചാരങ്ങൾ പ്രത്യക്ഷമായി നടക്കാൻ തുടങ്ങിയാൽ ഖാനൽ മൗതു വകതുറ ഫിന്നാസ്, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയാ, നിങ്ങളുടെ മകൾക്ക് നല്ല മതബോധമുള്ള അല്ലാഹുവിനെ പേടിയുള്ള സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ അന്വേഷണവുമായി വന്നാൽ അവനാണ് നിങ്ങൾ നിങ്ങളുടെ മകനെ കല്യാണം ചെയ്തു കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാ? മതബോധമുള്ള പുരുഷനാണോ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന പുരുഷനിൽ നിന്ന്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയിൽ നിന്ന് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മക്കളുണ്ടാവുകയുള്ളൂ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു ദുആയുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുന്നവരെ നൽകണേ അല്ലാഹ്. പിന്നെയോ മിൻ ദുർരിയാതിനാ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ. ആദ്യം പറഞ്ഞത് ഇണകൾ. എന്താ പറയുന്നത്? ഒരു പുരുഷനോട് ദുആ ചെയ്യാൻ, അല്ലാഹുവേ എനിക്ക് കൺകുളിർമ നൽകുന്ന ഭാര്യയെ തരണേയെന്ന്. ഒരു പെണ്ണിനോട് ദുആ ചെയ്യാൻ, അല്ലാഹുവേ എനിക്ക് കൺകുളിർമ നൽകുന്ന ഭർത്താവിനെ തരണേയെന്ന്. എന്നിട്ടാ പിന്നെ പറഞ്ഞത് വദുർരിയാതിനാ, അല്ലാഹുവേ ഞങ്ങളിൽ ഉണ്ടാകുന്ന മക്കളെയും ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്നവരാക്കണേ എന്ന്. അപ്പോ നല്ല പെണ്ണിൽ നിന്നേ നല്ല കുട്ടികളുണ്ടാവുള്ളൂ, നല്ല പുരുഷനിൽ നിന്നേ നല്ല മക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങൾ ഈടെ ഒരു കുട്ടിനെ പിടിച്ചു, ഭയങ്കര വലിയാണ്, ദർസ് കൊണ്ടാക്കിയിട്ട് വലിക്കാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ പണിക്ക് വന്ന പണിക്കാരെടുത്ത് നിന്ന് വലിക്കാൻ അവനെ പിടിച്ചു. അന്വേഷിച്ച് നോക്കണത് അവനെന്താ, അവൻ്റെ വാപ്പ ഭയങ്കര വലിക്കാരനാണ്. അതാവൻ വലിക്കാൻ കാരണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ സ്വഭാവം ഈ കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ നന്നാവണം എന്ന് നമ്മൾ വിചാരിച്ചാൽ മദ്രസക്ക് ഒരു 25,000 കൊടുത്താൽ മാത്രം പോരാ. പിന്നെന്താവണം? നിങ്ങൾ മിണ്ടില്ല, ഞാൻ അവസാനിപ്പിക്കാം. പിന്നെന്താവണം? നമ്മൾ നന്നാവണോ? നമ്മൾ നന്നാവാതെ നമ്മുടെ മക്കൾ നന്നാവണം എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുഞ്ഞും ജനിച്ചു വീഴുന്നത് സുന്ദരമായ പ്രകൃതത്തിന്റെ മേലിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, ഏതൊരു കുട്ടിയെയും നാശമാക്കുന്നത് അവന്റെ വാപ്പയാണ്, ഉമ്മയാണെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചുകണി, ഈ മദ്രസകളൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ സമൂഹം എത്ര നന്മ ചെയ്തിരുന്ന സമൂഹം അല്ലേ? എൻ്റെ അമ്മ പറയില്ലേ, എൻ്റെ അമ്മ ആകെ ഒരു ദീനിയാത്തും അമലിയാത്താ പഠിച്ചത്. ഖുർആൻ ഓതാൻ എന്നെ തപ്പി 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 ഓതാനാ അമ്മ പഠിച്ചത്. പിന്നെ അങ്ങനെ ഓതി ഓതി ശരിയായതാതെ മോനെ. ആകെ പഠിച്ചത് 2 കൊല്ലമാ. അന്ന് പള്ളിക്കൂടങ്ങളാണല്ലോ നിലവിലുണ്ടായിരുന്നത്. ഒരു കുട്ടി പഠിക്കുന്നത് 12 കൊല്ലം. പ്ലസ് ടു ഉണ്ട് അവിടെ, പഠിക്കലുണ്ട് 10 കൊല്ലം. പിന്നെ ചില സ്ഥലത്തൊന്നും പ്ലസ് ടു തുടങ്ങാത്ത എന്താന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞേക്കില്ല, പെൺകുട്ടികളെ. എന്താ കാരണം? അത് വയസ്സധികമായിപ്പോയി. മദ്രസ 5 ആയാൽ തന്നെ 6ക്ക് പെണ്ണ് വരാൻ വയസ്സ് ഓവറാണ്. സ്കൂളിൽ ഡിഗ്രിക്ക് പോകാനും വയസ്സ് ഓവറൊന്നുമില്ല. എത്ര അത്ഭുതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഡിഗ്രിക്കൊക്കെ ഓള് പോകുന്നുണ്ട്. ഡിഗ്രി 3rd ഇയറാണ്. മദ്രസ എപ്പോഴാണ് നിർത്തി? 5ാം ക്ലാസ്സിൽ. എന്താ? മദ്രസക്ക് പോകാൻ കുട്ടി വലിപ്പധികം. എന്തോ ഒരു വെട്ടിത്തമാണ് ഈ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മക്കളെ നാശമാക്കുന്നത് വാപ്പയും ഉമ്മയുമാണ് എന്ന്. വാപ്പയും ഉമ്മയും നന്നായാൽ മക്കൾ നന്നാവും. പഴയ കാലത്ത് അങ്ങനെ മക്കൾ നന്നായി. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ലോകത്തെ ഏറ്റവും നല്ല പെണ്ണുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ലോകത്തെ കടന്നുപോയ ഇനി വരാനുള്ള കോടാനുകോടി സ്ത്രീകളിൽ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കുന്ന ഒരു പെണ്ണാണ് ആര്? മറിയം ബീവി റളിയല്ലാഹു അൻഹ. ലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ എത്തിയ മഹദിയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവി റളിയല്ലാഹു അൻഹ നന്നാകാനുള്ള കാരണം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അവരുടെ വാപ്പയും ഉമ്മയും നന്നായതാണ് അതിന്റെ കാരണം എന്ന്. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹ وآل إبراهيم وآل عمران على العالمين. إن الله اصطفى, الله തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആദം അലൈഹിസ്സലാമിനെ, നൂഹ് നബി അലൈഹിസ്സലാമിനെയും, വആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും, വആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെയും, വആല ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ കുടുംബത്തെയും അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ് അലൽ ആലമീൻ, മറ്റെല്ലാ ജനങ്ങളെക്കാളും. ആദം നബിയെ തെരഞ്ഞെടുത്തു എന്നാ പറഞ്ഞത്, ഹവ്വാ ബീവിയെ പറഞ്ഞില്ല. നൂഹ് നബിയെ തെരഞ്ഞെടുത്തു എന്നാ പറഞ്ഞത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ പറഞ്ഞില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞത്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ തെരഞ്ഞെടുത്തു എന്നാണ്. അതിന്റെ കാരണം ആദം നബി അലൈഹിസ്സലാമിനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഹവ്വാ ബീവിയെ പറയാതിരിക്കാൻ കാരണം, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഒരു തെറ്റ് ചെയ്തു വെച്ചു. എന്താ തെറ്റ്? പഴം പറിച്ചു ഭക്ഷിച്ചു. ലാ തഖറബാ ഹാദിഹി ശജറ, ഈ മരത്തോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് അല്ലാഹു പറഞ്ഞ മരത്തിന്റെ പഴം എടുത്തവർ ഭക്ഷിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞപ്പോൾ ആദം നബിയെ പറഞ്ഞുള്ളൂ, ഹവ്വാ ബീവിയെ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആദം നബി തിന്നിട്ടുണ്ടല്ലോ, പക്ഷെ ആദം നബി സ്വയം തിന്നതല്ല. പെണ്ണ് പ്രേരിപ്പിച്ചതാണ്. അതുകൊണ്ട് പെണ്ണ് നന്നായില്ലെങ്കിൽ ആണും കൂടി ബടക്കായി പോകുന്ന ഇതിന്റെ സൂചന എങ്ങനെയാണ്? നൂഹ് നബി എന്ന് അല്ലാഹു പറഞ്ഞുള്ളൂ, നൂഹ് നബിയുടെ കുടുംബത്തെ പറഞ്ഞില്ല. മാത്രല്ല ആദമിനെ തിരഞ്ഞെടുത്തു, ആദമിന്റെ കുടുംബത്തെ എന്ന് പറയാതിരിക്കാൻ കാരണം എന്താ അറിയോ?
പ്രധാനമായ കാരണം ആദം അലൈഹിസ്സലാമിന്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ആദ്യം കൊലപാതകം നടത്തിയത്. ആരാണ്? ഹാബീലിനെ കൊണ്ട് ലോകത്ത് ആദ്യം രക്തം ചിന്തിയത് ആദം നബിന്റെ മക്കളാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമിന്റെ കുടുംബം എന്ന് പറയാതെ പോയത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം എന്ന് പറയാതിരിക്കാൻ കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ കൻആൻ വാപ്പന്റെ മാർഗത്തിലായിരുന്നില്ല. വാപ്പ ശരിയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചില മക്കള് വാപ്പിമ്മി ശരിയില്ല. ഓലെ പണി എന്താണെന്ന് വെച്ചാൽ സൗദിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു ലഘുലേഖയായിട്ട് പോലും ഇങ്ങനെ നടക്കും. രാവിലെ സുബഹിസ്കരിച്ച് ഓലെ പണി എൻ്റെ വാപ്പ ശരിയില്ല എന്നറിയില്ല, എൻ്റെ അമ്മ ശരിയില്ല, എൻ്റെ വല്യാപ്പ ശരിയില്ല എന്ന് പറയലാണ്. കനാൻ നൂഹ് നബി അലൈഹിസ്സലാം ശരിയില്ല എന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു. വാപ്പ തെറ്റായ മാർഗത്തിലാണെന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു മകൻ പഴിച്ചു പോയതുകൊണ്ട് നൂഹ് നബിയുടെ കുടുംബം എന്ന് പറഞ്ഞില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തു എന്നല്ല പറഞ്ഞേ, കുടുംബത്തെ തെരഞ്ഞെടുത്തു. എന്താ കാരണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെല്ലാവരും പൊന്നുപോലത്തെ മക്കളെ, ഭാര്യമാര് വളരെ നല്ല ഭാര്യമാരെ അല്ലേ? ഖുർആൻ ഒരു രംഗം പറഞ്ഞിട്ടുണ്ട്, ഖലീലുല്ലാഹി ഇബ്രാഹിം. എല്ലാവരും ഇപ്പൊ ഹജ്ജിനൊക്കെ പോകുന്ന ഒരുക്കത്തിലാണ്. അല്ലാഹു നമ്മൾ ആ മണ്ണിൽ എത്തിച്ചു തരട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെയും വിട്ടേച്ചു പോവുകയാണ്. മക്ക വിജന ആരുമില്ല. കയ്യിലുള്ള ഈത്തപ്പഴം വെള്ളം കൊടുത്തിട്ട് ഹാജറ ബീവിയോട് പറഞ്ഞു ഞാൻ പോവാണ്. ആ സമയത്ത് ഹാജറ ബീവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദ, ഞങ്ങൾ അവിടെ ഇട്ട് പോവാൻ അല്ലാഹ് പറഞ്ഞതാണോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അതെ. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതല്ല യുളിഅന, എന്നാ നിങ്ങൾ പോയിക്കോളി, അല്ലാഹു ഞങ്ങളെ ഏറ്റെടുക്കും. നീ കേട്ടോ, ഇതേ ഉമ്മാന്റെ മോന് വലിയ ക്ഷമയുള്ള പെണ്ണായിരുന്നു ഹാജറ. ആ ഹാജറയുടെ മകനായ ഇസ്മാഈൽ അലൈഹിസ്സലാം ഫലമ്മാ ബലഅ അസ്സഅയ, ഓടി നടക്കുന്ന പ്രായമായ സമയത്താണ്, ഒരു 2.5-3 വയസ്സ് സമയം. അപ്പോഴാണ് യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, പിതർ ബോലാ കെ बेटा आज मैंने ख्वाब देखा है किताबे जिंदगी का एक निराला बाब देखा है ये देखा कि मैं अपने आप तुझको दबह करता हूँ. അപ്പോഴാണ് സ്വന്തം മകനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി കഴിക്കണം എന്ന ആജ്ഞ ഉണ്ടാകുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നുമോനോട് ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നെ അറുക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്, മോനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഉടനെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം പറയുന്ന മറുപടി, യാ അബതി ഫഅൽ മാ തുഅമർ, അല്ലാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ ഉപ്പാ, നിങ്ങളത് ചെയ്യണം പിതാവേ. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉമ്മ നേരത്തെ പറഞ്ഞ മറുപടി ഞാൻ ഇട്ട് പോട്ടെ, നിങ്ങളിവിടെ ആക്കി ഞാൻ പോട്ടെ എന്ന് വെച്ചപ്പോൾ അല്ല പറഞ്ഞതാണ് നിങ്ങൾ പോയിക്കോളി, നമുക്ക് പ്രശ്നമില്ല. ഇതേ ഉമ്മാന്റെ മോനെ അറക്കണമെന്ന് കൽപ്പന ഉണ്ടായപ്പോൾ വാപ്പ ചോദിച്ചപ്പോൾ ആ മോൻ പറഞ്ഞത്, അള്ളാഹു അങ്ങനെ പറഞ്ഞതാണെങ്കിൽ ഉപ്പ നിങ്ങൾ അർത്തോളി, അറക്കാതിരിക്കരുത്. ഒരുപാട് സംഭവങ്ങൾ ഞാൻ അവസാനിപ്പിക്കും. ദ്വായിലേക്ക് കിടക്കും. വന്നല്ലോ ഒരു മണിക്കൂറെങ്കിലും എല്ലാം കൂടി കൂട്ടിയിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ പിന്നെ എന്തിനാ ഈ ചങ്ങായി ആടുന്നിട്ട് പോകുന്നതെന്ന്. ഒരു മണിക്കൂർ അവിടെ ഒപ്പിക്കുക, 10 മണിക്ക് നിർത്തണം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു വിഷയമൊന്നും സംസാരിക്കാനുള്ള സമയം നമ്മളെ മുമ്പിലില്ല. അപ്പം ഞാൻ പറഞ്ഞ മദ്രസ ഉണ്ടാക്കിയാൽ പോരാ, മദ്രസ ഉണ്ടാക്കി കുട്ടീൻ്റെ പേര് രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. നന്നാവും 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 ഇല്ല. ഒറ്റ ഹദീസിന്റെ അർത്ഥം പറഞ്ഞോട്ടെ ഞങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് ഖുർആൻ പഠിക്കാനുള്ള അവസരം കൊടുത്തു. എന്നിട്ട് അവർ ഖുർആൻ അല്ലാത്ത മറ്റൊന്നാണ് ഖുർആനിനേക്കാളും വലുത് എന്ന് മനസ്സിലാക്കിയാൽ ഫഖദ് കഫറ ബിഅൻഉമില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചവരാണെന്ന് റസൂലുള്ളാഹി. എന്താണ് പറഞ്ഞേ?
രാവിലെ മദ്രസയിൽ ഖുർആന്റെ മുമ്പിൽ പോയിരിക്കുക. ഉസ്താദ് ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങണുള്ളൂ. എന്തേ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഇങ്ങനെ ഓതി റെഡിയാക്കി ഇങ്ങനെ വരുമ്പോഴാവും നീച്ചെന്ന് പറഞ്ഞു, ഉസ്താദ് എനിക്ക് സ്കൂളിൽ പോകാനായി. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കെ ഖുർആന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു സമൂഹം അള്ളാഹുവിൻ്റെ നിഅമത്തിന് നന്ദി കേട് കാണിച്ചവരാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ഉറക്കച്ചൊല്ലി ഷഫീഉനാ റസൂലുള്ളാഹി. ഈ ഉമ്മത്തിന് പറ്റിയ തകരാറതാണ്. നിങ്ങൾ കണ്ടോ, താജ്മഹൽ പോലും നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. മുസ്ലിങ്ങളുടെ അവസാനത്തെ ചിഹ്നവും തച്ചുടക്കാനുള്ള ഒരുക്കത്തിലാണ്. സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചുവെന്ന്. എങ്ങനെ ഈ ഉമ്മത്തിന്റെ ആധാരം ഇവിടെ ഉണ്ടാവാനാ? അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദിയുള്ള ഒരു നന്ദിയില്ലാത്തൊരു ജനതയായി നമ്മൾ പരിണമിച്ചാൽ അള്ളാഹു നമ്മെ ഇല്ലാതെയാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്. 2019 അവസ്ഥ എന്തെന്നറിയില്ല. അർഹമുർ റഹീമീനായ റബ്ബ് മതേതര കക്ഷി രാജ്യത്തിന്റെ അധികാരത്തിൽ അല്ലാഹു എത്തിച്ചു തരട്ടെ. എല്ലാവരും ദ്വാരക്കും ചെയ്യണം, പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർആനിന്റെ കുരുത്തക്കെട് കിട്ടിയതായി കോമിൽ. നമുക്കറിയാം, എന്നെ എൻ്റെ ഉമ്മ ആദ്യം മദ്രസ ചേർത്ത് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ ചേർത്ത്. എനിക്ക് ഇപ്പോഴൊന്ന് പറഞ്ഞ മാതിരിയാണ് തോന്നണത്. മദ്രസയിൽ ചേർത്തിയിട്ട് എൻ്റെ രണ്ടാമത്തെ കാക്കി ഉപ്പിയാണ് എന്നെ ചേർത്താൻ പോയത്. ചേർത്തിയിട്ട് മദ്രസയിൽ 1ാം ക്ലാസ് ചേർത്തി വന്ന അന്ന് എൻ്റെ കാക്ക പറഞ്ഞു ഉമ്മാനോട്, ഉമ്മാഞ്ഞ് കാത്ത് കണ്ടവനെ സ്കൂളിലാണ് കൊണ്ടുപോയി ചേർക്കുക, വെറുതെ അവിടെ വെയിലുണ്ട് കച്ചറളിച്ച് നടക്കണ്ടല്ലോ എന്ന്. എൻ്റെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഓൻ 1 കൊല്ലം ഖുർആൻ പഠിക്കട്ടെ എന്നിട്ട് ചേർത്താൽ മതി സ്കൂളിൽ എന്നോ. ഓ ഓ A B C D E F G H I J K L M N O P L M N O P Q R S T U V W X Y Z. നമ്മളെ സഹോദരിമാരൊക്കെ സന്തോഷം. പേപ്പർക്ക് വിളിച്ചു പറയാം, ഭയങ്കര സ്കൂളാ. എന്താ ഒരാഴ്ച കൊണ്ട് തന്നെ അക്ഷരമാല പഠിച്ചിട്ടുണ്ട് പെങ്ങളെ. ഏത് അക്ഷരമാല നീ പറയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് അറബിയിലാണ്. അറബി ലുഗത്തുൽ ഖുർആൻ, ഖുർആനിന്റെ ഭാഷയാണ്. വലുഗതി, എന്റെ ഭാഷയാണ്. വലുഗതു അഹ്ലിൽ ജന്ന, സ്വർഗ്ഗക്കാരുടെ ഭാഷയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഭാഷ അറബിയാണ്. അലിഫ് ബാ താ അബ ത പഠിച്ചു എന്നല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു അനുഭവമുണ്ട്. എൻ്റെ നാട്ടുകാരനൊരു സുഹൃത്താനൊരു ദിവസം പറഞ്ഞു, ഞാൻ മദ്രസ പോയി മൗലവിമാർക്ക് പളർച്ച കൊടുത്തു വരാമെന്നാണ് മലപ്പുറം ഭാഷയിലല്ല. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? അല്ല, എൻ്റെ കുട്ടിയെ ഞാൻ അന്ന് മദ്രസയിൽ പോലും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓരോട് പറഞ്ഞതാണ് 8:15 കുട്ടീനെ വിടണം. ഇബൽക്കറ്റ മാറ്റി കുട്ടി പഠിക്കണമായി 8:15 വിടണം. എന്നിട്ടോ ഇന്ന് പരീക്ഷ ആയപ്പോൾ അയാൾ പറഞ്ഞത്രേ, പരീക്ഷ ഒക്കെ എഴുതിയിട്ട് പോയാൽ മതി. 9 മണിക്ക് എൻ്റെ കുട്ടി വന്നു, ബസ് പോയി ഞാൻ പള്ളർച്ചു കൊടുത്തിട്ടാ വരുന്നത്. അതിന് സൗകര്യം കണ്ടി പഠിപ്പിച്ചാൽ മതി. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ മതി. ഈ ജനതക്ക് അള്ളാഹുവിന്റെ രക്ഷയും കാവലൊക്കെ വേണം നമ്മൾ പറഞ്ഞേ. അതാണോ നമ്മൾ പറയുന്നത്? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കാം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇംഗ്ലീഷാണ് പഠിച്ചെങ്കിൽ ഉള്ള സംസ്കാരം ഇംഗ്ലീഷ് സംസ്കാരം ആദ്യം പഠിച്ചത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന വിദ്യയാകണം ആദ്യം പഠിക്കേണ്ടതെന്ന്. അതിൽ വളരെ ശ്രദ്ധ കാണിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ടൊക്കെയാണ് ആ തലമുറ നന്നായത്. കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കൊണ്ട് ഈ ഉമ്മത്ത് നന്നാവൂല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലാഹുവേ, നിന്നെയും നിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരാക്കണേ അല്ലാഹ്. മെസ്സിനെ റൊണാൾഡോനെയും സ്നേഹിക്കണമായിട്ട് ഒരു കാര്യമില്ല. മെസ്സിനെ റൊണാൾഡോയെ എന്താ കാരണം? നമ്മളെ മക്കൾക്ക് നമ്മളെ പകർന്നു കൊടുക്കണത്. ചെറിയ മക്കളിത് ഇങ്ങനെ കാണാം, വലിയോല് പോയിട്ട് വലിയ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇങ്ങനെ മണിക്കൂറോളം ഇങ്ങനെ അവനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ചെറുവിലേക്ക് കണ്ടിട്ടാണ് പഠിക്കുന്നത്.
വീട്ടിനകത്ത് നിന്ന് കളിയല്ലേ. എന്ത് കളി? കളിയല്ലേ. അതിനിപ്പോൾ വലിയ തകരാറുണ്ടോ? വെറും കളിയാണോ? ആ കളിക്കാരൻ്റെ സംസ്കാരം ഈ ഉമ്മത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടില്ലേ? അതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ ചില ചെറുപ്പക്കാരുടെ തലേക്കട് നോക്കിയാൽ മനസ്സിലാവും ഓന് മെസ്സിൻ്റെ ആളാണോ റൊണാൾഡോൻ്റെ ആണോ റൊണാൾഡീഞ്ഞോ അല്ലപ്പം അല്ലേ? അത് പോയോ? കാലം കഴിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. റൊണാൾഡീഞ്ഞോ നിസ്കരിക്കാൻ വരുമ്പം പോലും ഓനിട്ട ടീഷർട്ടാ നമ്പർ 11. ആരാ 11? അപ്പോൾ 10 ആരാ എനിക്കറിയില്ല. അവിടെ ഞങ്ങളോട് ചോദിക്കട്ടെ. കുട്ടികളെ തലേക്കാണ് നോക്കിയാൽ ഓൻ്റെ താടിക്കാണ് നോക്കിയാൽ മനസ്സിലാവും ഓൻ ആരാളാണ്. ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹിന്റെ കാലത്ത് പുണ്യനബിൻ്റെ അടുത്തൊരു കുട്ടി വന്നു. ഓൻ്റെ മുടി ഇവിടൊക്കെ ഇങ്ങനെ വരണ്ടേന്, തലയിൽ ഇവിടെ മാത്രം മുടി ഇങ്ങനെ വെച്ചു. പുണ്യനബി ഇത് കണ്ടപ്പോൾ പറഞ്ഞ മോനെ ഇങ്ങനെ മുടി മുറിക്കരുത് മോനെ, ഇത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയാ മോനെ. നീ ഒന്നുകിൽ മുടി മുഴുവനായി വെക്ക്, നീ വടിക്കുകയാണോ മുഴുവനായി വടിക്ക് മോനെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കൾ അല്ലാഹു മാറ്റി തരട്ടെ. അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റസൂലുള്ളാഹിനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളോട് നീ എൻ്റെ വാപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ അടുത്ത് എന്താ പഠിച്ചാടാന്ന് അള്ളാഹു ഒറ്റ നമ്മളെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ മക്കൾ പറയും പഠിച്ചോനെ റിമോട്ട് എങ്ങനെ മാറ്റലെന്ന് അല്ലേ, ചാനൽ എങ്ങനെ ചേഞ്ച് ചെയ്യലെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് വാപ്പയും ഉമ്മയും നന്നായാലേ മക്കൾ നന്നാവൂ എന്ന ഏറ്റവും വലിയ ഒരു സംഗതി നിങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വാപ്പയുമ്മയെ എപ്പോൾ ശ്രദ്ധിക്കണം? നിങ്ങൾ ഗർഭിണിയായ ആ സമയം മുതൽ ശ്രദ്ധിക്കണം പെണ്ണെന്ന്. കാരണം ഒരു പെണ്ണ് എന്തൊക്കെ പറയണ മുഴുവനും ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയെ സ്വാധീനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വേറൊരാൾ സംസാരിക്കുമ്പോൾ അയാളെ പുറത്തൊന്ന് ചെവിച്ചു നോക്കിയാണ് എൻ്റെ പുറത്തൊന്ന് ചെവിച്ചു നോക്കിയാണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജർക്കിങ് അനുഭവപ്പെടും. അപ്പോൾ എന്താ അർത്ഥം? ആ സംസാരം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എൻ്റെ ജെർക്കിങ് എന്നുണ്ടെന്ന്, അതിൻ്റെ ജെർക്കിങ് ഉണ്ട് എന്ന്. അപ്പൊ ഗർഭപാത്രത്തിരിക്കുന്ന കുട്ടി ഒന്ന് കേൾക്കേണ്ടതാണ് എന്ത് ഈ ഉമ്മ സംസാരിക്കണത്. അപ്പൊ ഉമ്മ മോശപ്പെട്ടതാ സംസാരിക്കണമെങ്കിൽ ഈ കുട്ടി അങ്ങനെ ആവും. എത്രത്തോളം അറിയങ്ങള്, എത്രത്തോളം ഗർഭിണിയായ പെണ്ണ് മൊബൈല് അമിതമായി ഉപയോഗിക്കുന്ന സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ കുട്ടികൾക്ക് ആ സ്വഭാവം ഉണ്ടാവുന്ന, കുട്ടികളിൽ ആ സ്വഭാവം കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ടാണല്ലോ ചില കുട്ടികളൊക്കെ അവർക്ക് ടി വി ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്താ കാരണം? അമ്മ ടി വി കാണുക എന്ന സ്വഭാവമുള്ള ആളായിട്ടുണ്ടാവും. എല്ലാ ഗർഭിണിയാകുമ്പോൾ ടി വി കണ്ടിട്ടുണ്ടാവും. ഒക്കെ എനിക്കൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ആളുകളും നല്ല ഉഷാറായിട്ട് കൊടുക്കണം. 10 ഉണ്ടോ ഈ നാട്ടിൽ? പേര് ഉസ്മാൻ അബ്ദുർ റസാഖ്. 10 ഉണ്ടോ ഈ നാട്ടിൽ? 10 രൂപ ഉണ്ടോ ഇല്ലേ? 10 രൂപ ഉണ്ട് ഈ നാട്ടിൽ? 10 രൂപ ഉണ്ട്. ഇതുണ്ട്, ഇതില്ല. അൽഹംദുലില്ലാ. കണ്ടക്ടർമാർക്ക് പോലും 10 കിട്ടാത്ത കാലം. പൈസക്ക് എന്തേ ബാക്കിയുണ്ട്? ജോലി 10 ഇല്ല കേട്ടോ, പിന്നെ തരാന്നാ പറഞ്ഞത്. എന്നാൽ വയതിൻ്റെ സദസ്സിൽ പോയി നോക്കിയാൽ ബക്കറ്റ് ഒന്ന് ചെരിഞ്ഞ് നോക്കിയാൽ കാണാം 10. അപ്പോൾ ഈ 10 കൂടി വരുന്നതിന് കൊടുത്തു. സാധാരണ എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞുകൂടാ, കാരണം എൻ്റെ നാട് ഇവിടെ അടുത്താണ്. വേറെ പല സ്ഥലത്തും പോയി നോക്കിയാൽ കാണാം 10. നിങ്ങളെല്ലാവരും നല്ലോണം കൊടുക്കണം, എന്നാലും വിജയിക്കും. അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. നമ്മൾ വേറെടുത്തൊക്കെ 1 കിലോ മത്തി ഇട്ടനെ കൊടുക്കണം 140 റുപ്യ. 140 ഇല്ലേ? സ്വർഗം കിട്ടാൻ 10 റുപ്യ. അപ്പം എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് കൊടുക്കും. നിങ്ങളെ പോക്കറ്റിലുള്ള ഏറ്റവും വലിയ പൈസ ഏതാ? ആ പൈസ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റണേ അല്ലാ. ഈ സദസ്സ് നീ ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കണേ അല്ലാ. നമ്മളൊന്ന് ദ്വാരക്കാം. 10 1 മണിക്കൂറായി. പിന്നെ എപ്പോഴെങ്കിലും വരില്ല.